യുവചിത്രകാരൻ സുജിത് ആലുങ്ങലിൻ്റെ വീണാവാദനം എന്ന സൃഷ്ടിയിലൂടെ ലോക ചിത്രകലയുടെ ഉത്ഭവ വികാസ പരിണാമങ്ങളിലേക്ക് നോക്കിയ N70 മൊബൈൽ ഫോൺ ക്യാമറ കണ്ണുമായി ഒരു യാത്ര. കഥകൾ കാലം ചൊല്ലും നിശബ്ദ ചരിത്ര കഥകൾ നരജന്മത്തിനാത്മഹർഷമായി മനുജന്മം നേടിയ ആദ്യ വരദാനം. ഗുഹാമുഖങ്ങളിലും കാണാം, വൻമരങ്ങളിലും കാണാം, പിന്നെയും പാറയിടുക്കിലും കാണാം ആദിമ കാലകഥകൾ. അവൻ വരച്ചു തീർന്നതിൽ പിന്നെയും ചാലിക്കാൻ വർണ്ണങ്ങൾ തേടി, ചക്രവാളങ്ങൾ തേടി, യുഗങ്ങളിലൂടെ പാഞ്ഞ കഥകൾ, വാചാല കഥകൾ. ചിത്രരചനാരംഗത്ത് ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന യുവചിത്രകാരന്മാരുടെ ശ്രേണിയിലേക്ക് വീണാവാദനം എന്ന എളിയ സാന്നിധ്യവുമായി സുജിത് ആലുങ്ങൽ എന്ന ഒരു യുവചിത്രകാരനും കടന്നു വന്നിരിക്കുകയാണ്. വീണാവാദനത്തിലൂടെ ചിത്രകാരനുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ ലോക ചിത്രകലയുടെ ആദിമ ഘട്ടത്തെക്കുറിച്ച്, ചിത്രകലയുടെ കാലാന്തരങ്ങളിലൂടെയുള്ള വളർച്ചയെക്കുറിച്ച് ഹ്രസ്വമായ ഒരു തിരനോട്ടം. താങ്കൾ ചിത്രരചന എവിടെ നിന്നാണ് പഠിച്ചത്? ശാസ്ത്രീയമായി ഞാൻ ചിത്രരചന അഭ്യസിച്ചിട്ടില്ല. ചെറുപ്പം മുതലേ ചിത്രങ്ങളോട് വളരെ താല്പര്യമാണ്. അപ്പോൾ അത്തരം നല്ല ചിത്രങ്ങളൊക്കെ കണ്ടാൽ ഞാൻ വരയ്ക്കുമായിരുന്നു. പിന്നീട് ഒരു പ്രായം ചെന്നപ്പോൾ ചുമർ ചിത്ര ശൈലിയോട് വളരെ ആകർഷണീയത തോന്നി. അപ്പോൾ കലയെ ഗൗരവമായിട്ട് സമീപിക്കാനും ചിത്രരചന വളരെ ഇഷ്ടത്തോടെ ചെയ്യാനും ആരംഭിച്ചു. ഇപ്പോൾ പൂർത്തിയാക്കിയ വീണാവാദനത്തിന്റെ രൂപകൽപ്പന എങ്ങനെയായിരുന്നു? ഈ ചിത്രത്തിന്റെ രൂപകൽപ്പന പൂർണ്ണമായും എൻ്റേതല്ല. മറ്റൊരു ചിത്രകാരൻ, അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയില്ല, വളരെ അതിമനോഹരമായി വരച്ച ഒരു ചിത്രത്തിന്റെ
പുനരാവിഷ്കാരമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ ചിത്രത്തിന് പേര് നൽകിയതും പിന്നെ എൻ്റെതായ ഭാവങ്ങളും ഭാവമാറ്റങ്ങളും നൽകിയതും എല്ലാം ഞാനാണ്. സുജിത് ആലുങ്ങൽ തൃശൂർ ജില്ലയിൽ അയ്യന്തോളിൽ താമസിക്കുന്ന ഈ യുവചിത്രകാരൻ ഇപ്പോൾ വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിൽ അസിസ്റ്റന്റായി സേവനമനുഷ്ഠിക്കുന്നു. ചുമർ ചിത്രശൈലിയോട് ഏറെ അടുപ്പം പുലർത്തുന്ന സുജിത് തന്റെ വീണാവാദനം എന്ന ഈ രചനയും ഇതേ ശൈലിയിൽ തന്നെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. കടലാസിൽ ജലച്ചായം ഉപയോഗിച്ച് വരച്ച ഈ ചിത്രത്തിൽ മഞ്ഞ, പച്ച, ചുവപ്പ്, നീല, കറുപ്പ് എന്നീ 5 വർണ്ണങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ചിത്രം 4 ദിവസങ്ങൾ കൊണ്ടാണ് പൂർത്തിയാക്കിയത്. ഈ കലയില് പ്രത്യേകിച്ച് താല്പര്യം തോന്നാൻ കാരണം കുട്ടിക്കാലത്ത് തന്നെ രാജാ രവിവർമ്മയുടെ പുരാണ സന്ദർഭങ്ങളിലുള്ള പല ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം ചിത്രങ്ങൾ കാണുമ്പോൾ കഥ അല്ലെങ്കിൽ ആ കഥാസന്ദർഭം മനസ്സിൽ കയറുന്നതിനോടൊപ്പം തന്നെ ആ ചിത്രവും ആ ചിത്രരചന ശൈലിയും അതുപോലെ ചിത്രത്തിനോടുള്ള താല്പര്യവും സാധാരണമായിട്ട് ഇങ്ങനെ വികസിച്ചു വന്നു. അങ്ങനെയായിരിക്കും ഒരുപക്ഷെ ചിത്രരചനയോട് ഇത്ര താല്പര്യം തോന്നാൻ കാരണം. രാജാ രവിവർമ്മയെ ഏറെ ഇഷ്ടപ്പെടുന്ന സുജിത് അദ്ദേഹത്തിന്റെ ശൈലിയോടുള്ള അഭിനിവേശവും മറ്റു ചിത്രകാരന്മാരുടെ രചനാശൈലികളിലെ തന്റെ ഉൾക്കാഴ്ചയും ചിത്രകലാരംഗത്തെ കാലിക പ്രവണതകളെപ്പറ്റിയും തന്റെ കാഴ്ചപ്പാട് പങ്കുവെക്കുന്നു. രാജാ രവിവർമ്മ എന്ന വ്യക്തി ഇന്ത്യൻ ചിത്രകലയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകിയ ഒരു വ്യക്തിയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു